കുറ്റ്യാടിയിൽ എന്തോ വലിയ സംഭവം ഉണ്ടായെന്നും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായെന്നാണ് CPM സൈബർ സഖാക്കൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വരുത്തിയത്. എന്നാൽ അതിന് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായിട്ട് ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് ഇറങ്ങി. കുറ്റ്യാടിയിൽ എന്തോ വലിയ സംഭവം നടന്നു എന്നല്ല, അത് നടക്കുമെന്നാണ് ഷാഫി പറയുന്നത്. കുറ്റ്യാടിയിൽ വലിയ സംഭവം നടക്കും, അത് ഇപ്പോഴല്ല, മെയ് മാസത്തിൽ വോട്ടെണ്ണുമ്പോൾ ആയിരിക്കുമെന്നുമാണ് ഷാഫി തുറന്നടിച്ചത്. മാധ്യമങ്ങൾ ഇല്ലാത്ത കാര്യം ഊതി വീർപ്പിക്കുകയാണെന്നും ഷാഫി തന്നെയാണ് തന്റെ പ്രസംഗം വേണ്ട എന്നും പകരം വിളിച്ചാൽ മതിയെന്നും പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണു എന്ന പ്രസ്താവന പച്ചക്കള്ളമാണെന്ന് തുറന്നു കാട്ടിയതും കൂടിയതിന് പിന്നാലെ ഷാഫി പറമ്പിൽ ദേഷ്യപ്പെട്ടിട്ടില്ല, അത് സ്നേഹത്തിന്റെ തള്ളൽ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ കൂടി എത്തിയതോടെ സഖാക്കന്മാർ ഊതി വീർപ്പിച്ച ആ ബലൂൺ അങ്ങ് പൊട്ടിപ്പോയി. വഴിയിലുടനീളം ജനങ്ങൾ പുതുയുഗയാത്രയെ വരവേൽക്കുകയാണ്. ഇത് കണ്ടിട്ട് കുശുമ്പ് കുത്തിയ നേതാക്കന്മാര് അതിൽ മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള നാടകങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത കാര്യം പറഞ്ഞു വരുത്തി എന്തൊക്കെയോ ഉണ്ടാക്കാൻ നോക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കോഴിക്കോട് കുറ്റ്യാടിയിൽ എത്തിയപ്പോൾ നടന്ന സംഭവങ്ങളാണ് ചർച്ചയ്ക്ക് വഴിവെക്കാൻ കാരണം. ജാഥ ക്യാപ്റ്റനായ VD സതീശന് മുൻപ് ഷാഫി പറമ്പിൽ പ്രസംഗിക്കുന്നതിന് വിളിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമായത്. ജാഥ ക്യാപ്റ്റന് മുൻപ് സംസാരിക്കേണ്ടിയിരുന്നത് ഷാഫി പറമ്പിലായിരുന്നു. എന്നാൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ച DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ ഷാഫിക്ക് മുൻപ് സതീശനെ ക്ഷണിക്കുകയായിരുന്നു. ഇതിനിടെ വേദിയിൽ നിന്നും ഷാഫിയെ പ്രസംഗിക്കാൻ വിളിക്കണമെന്ന ആവശ്യം ഉയരുകയായിരുന്നു. ഇതിന് പിന്നാലെ ഷാഫി പറമ്പിലിനെ വിളിക്കാനായി പ്രമോദ് കക്കട്ടിൽ മൈക്കിന്റെ അടുത്തേക്ക് പോയി. ഇതിനിടയിൽ വിളിച്ചു കഴിഞ്ഞിട്ടാണോ എന്നെ വിളിക്കുന്നത് എന്ന് ഷാഫി ചോദിച്ചു. തുടർന്ന് വേദിയിൽ പിടിവലിയുണ്ടായി. തൊട്ടു പിന്നാലെ സതീശൻ വേദിയിലെത്തുകയും സംസാരിക്കുകയും ചെയ്തു. സതീശൻ സംസാരിച്ച ശേഷം പ്രമോദ് കക്കട്ടിൽ വീണ്ടും ഷാഫിയെ ക്ഷണിക്കാനായി മൈക്കിനടുത്തേക്ക് വരാനുള്ള ശ്രമം നടത്തി. ഇതിനിടയിൽ പ്രമോദ് കക്കട്ടിൽ ഷാഫി പറമ്പിൽ തടഞ്ഞു. ഏറെ പരിശ്രമിച്ച മൈക്കിനടുത്തേക്ക് വന്ന പ്രമോദ് ഇനി പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP സംസാരിക്കുമെന്ന് പറഞ്ഞു. ഇതിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിലും രംഗത്ത് വന്നു. വേദിയിൽ കാണുന്ന തിരക്ക് നേതാക്കളുടേതല്ല, അണികളുടേതാണെന്നും നെഗറ്റീവ് പബ്ലിസിറ്റി നൽകുന്ന മാധ്യമങ്ങൾക്ക് നന്ദി എന്നുമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് സ്നേഹത്തോടെ ഒരു വാക്ക് പറയുന്നു. നിങ്ങൾ തിക്കിനെയും തെളിനെയും സംബന്ധിച്ച് കൊടുത്ത ചില വാർത്തകൾ കണ്ടു. അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നില്ല എങ്കിൽ കാണുന്ന തിരക്കിനെ കുറിച്ച് കൂടി വാർത്ത കൊടുക്കൂ. ഈ യാത്രയ്ക്ക് തിക്കും തിരക്കുമുണ്ട്. അത് നിങ്ങൾ വാർത്ത കൊടുക്കാത്ത തിക്കും തിരക്കുമല്ല. ഈ യാത്രയുടെ തിക്കും തിരക്കും ഈ യാത്ര മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള ജനങ്ങളുടെ ഐക്യപ്പെടലാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത എന്നാണ് ഷാഫി പറമ്പിൽ തുറന്നു പറഞ്ഞത്. ഇത് കമ്മിക്കൂട്ടങ്ങൾക്കുള്ള ഷാഫിയുടെ നല്ല ഉഗ്രൻ മറുപടിയാണ്. നമുക്ക് ഷാഫിയുടെ മറുപടിയിലേക്ക് കൂടി പോകാം. ഞാൻ നോക്കിയപ്പോൾ CPM പ്രൊഫൈലിലൊക്കെ വലിയ ആഘോഷമാണ്. കുറ്റ്യാടിയിൽ വലിയ എന്തോ സംഭവം നടന്നു. കുറ്റ്യാടിയിൽ വലിയൊരു സംഭവം നടക്കും, അത് ഇപ്പോഴല്ല, അത് മെയ് മാസം വോട്ടെണ്ണുമ്പോൾ നിങ്ങൾ കാണും. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ ദീർഘമായി അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്വകാര്യം പറയാ, വേറെ ആരോടും പറയണ്ട. ഇതിപ്പോ ഏതാണ്ട് നമ്മുടെ പര്യടനമൊക്കെ പോലെ തന്നെയായി. 4:30 മണി മുതൽ എത്തി കാത്തിരുന്നാണ് 8:30 മണിയായി. വഴിയിലുടനീളം ജനങ്ങൾ ഈ ജാഥയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. വഴിയിലുടനീളം സ്വീകരണ പോയിന്റുകളിൽ മാത്രമല്ല, ജനത നെഞ്ചേറ്റിയ ജാഥയാണ്. ഞാൻ ആലോചിച്ച് കുറ്റ്യാടി പരിപാടിയുടെ ഒരു ചെറിയ സംഭവം ഇങ്ങനെ ഫേസ്ബുക്കിലിട്ട് തള്ളിമറിക്കാൻ മാത്രം CPMകാർക്ക് ഇപ്പൊ എന്താ പറ്റിയെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവരുടെ ജാഥയുടെ ഫോട്ടോ വീഡിയോ ഇട്ട് നോക്കുമ്പോൾ അതിൽ ജാഥാ നായകൻ പ്രസംഗിക്കുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് അങ്ങോട്ട് ജാഥ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഒഴിഞ്ഞ കസേരകളാണ് അവിടെ കാണുന്നത്. ഇവിടെ ഒരു ഇഞ്ച് സ്ഥലമില്ലാതെ ജനങ്ങൾ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ പുതുയുഗ യാത്രക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, കേരളത്തിന് പുതുയുഗം സാധ്യമാണ്. അത് സാധ്യമാക്കുമ്പോ ഈ ജനതയും തീരുമാനിക്കുന്നു. അതിന് കൈവന്തിക്കാൻ കൊയിലാണ്ടിയിൽ നിന്ന് ഒരു UDFന്റെ MLA ഉണ്ടാകുമെന്ന് ഈ ജനത പ്രഖ്യാപിക്കുക. DC പ്രസിഡന്റ് ചേമഞ്ചേരി പിടിച്ചോ? ചെങ്ങോട്ടുകാവ് പിടിച്ചോ പ്രസിഡന്റ്? പിടിച്ചോ? തിക്കോടി പിടിച്ചോ പ്രസിഡന്റ്? പിടിച്ചോ? മൂടാടിയും പിടിച്ചത് അത് മറ്റേ ഏർപ്പാടും കൊണ്ടാണ് ചില കള്ളത്തരം. അതും നമുക്ക് ഭരണത്തിൽ വരുമ്പോ ശരിയാക്കാം. പയ്യോളി മുനിസിപ്പാലിറ്റി പിടിച്ചോ? അതും നിലനിർത്തി. കൊയിലാണ്ടി മുനിസിപ്പാലിറ്റി തന്നെ 1-2 സീറ്റിന്റെ, അതും 100-ൽ താഴെ വോട്ടിന്റെ, സാരല്ല, കുറച്ചും കൂടെ ജോലി ചെയ്തിട്ട് അതിന്റെ കുറവും കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തീർക്കണം. തീർക്കുവോ? വാക്കാണോ? ഈ ജാഥ വർഗീയത പറയുന്ന ജാഥയല്ല. ഈ ജാഥ വിദ്വേഷം പറയുന്ന ജാഥയല്ല. ഇത് ഭാവി കേരളത്തെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി കൊടുക്കുന്ന വാക്കാണ്, ഉറപ്പാണ്. അതാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ വരുന്നത്. ഞാൻ അവസാനിപ്പിക്കുക, ബാക്കി നിങ്ങൾ നോക്കിക്കോളല്ലോ. ഒന്ന് നെഞ്ചിൽ കൈവച്ച് പറ, കൊയിലാണ്ടി പിടിച്ചെടുക്കൂലേ? ഉറപ്പല്ലേ?